തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 12 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഫിലമോനുള്ള ലേഖനം 7 മുതൽ 20 വരെയും, ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 25 വരെയും തിരുവചനങ്ങൾ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ദൈവരാജ്യം എവിടെയാണ്? പലപ്പോഴും ദൈവരാജ്യം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണല്ലോ നമ്മൾ. ലോകം ദൈവരാജ്യത്തെ പലവിധ മാനങ്ങളിൽ കാണുന്നുണ്ട്. പാലും തേനും ഒഴുകുന്നൊരിടമായി, ജീവിത സുഖഭോഗങ്ങളൊരിടമായി പറയുന്ന മതവിശ്വാസങ്ങളും മോക്ഷപ്രാപ്തിയിൽ പരമാനന്ദത്തിലേക്ക് എത്തുന്നുവെന്ന് പറയുന്ന വിശ്വാസങ്ങളും ഒക്കെ ലോകത്തുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ലോകം എത്രയൊക്കെ നിഷേധം പറഞ്ഞാലും ഹൃദയം കൊണ്ട് അന്വേഷിക്കുന്നുണ്ട് അതെവിടെയാണ്. നിരീശ്വരവാദി പോലും ദൈവരാജ്യമില്ല എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ ത്വര നമുക്ക് കാണാൻ പറ്റും. ദൈവരാജ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായി കരുതിയിരുന്ന നിയമജ്ഞ ഫരിസേയ വിഭാഗങ്ങൾ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ദൈവരാജ്യം എവിടെയാണ്? ദൈവരാജ്യം എപ്പോഴാണ് വരിക? യേശു പറയുന്നു, ദൈവരാജ്യം ഇതാ അവിടെ, ഇതാ ഇവിടെ എന്ന് പറയാൻ കഴിയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ദൈവരാജ്യത്തെ മാനുഷിക ജീവിതത്തിൻ്റെ സാധാരണ ക്രമങ്ങൾക്ക് പുറത്തു വെച്ച് കാണാനുള്ള പ്രവണത നിശ്ചയമായും അതൊരു സങ്കല്പമാക്കി ഒതുക്കാനുള്ള ശ്രമമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയണം. ജീവിതത്തിൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് ക്രിസ്തു പറയുക. അത് അവിടെയോ ഇവിടെയോ അല്ല. എവിടെയെങ്കിലും ആണെന്ന് കേട്ടാൽ, അടയാളങ്ങളെന്ന് കേട്ടാൽ നിങ്ങൾ ഓടരുത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ദൈവരാജ്യം എങ്ങനെയാണ് ഇടയിൽ പ്രവർത്തിക്കുക? നമ്മുടെ ജീവിത പരിസരങ്ങൾക്കകത്ത് കാരുണ്യമായി, സ്നേഹമായി ജീവിതം വ്യയം ചെയ്യപ്പെടുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നാം ഉയരും. രണ്ടുപേർ തമ്മിലുള്ള വ്യവഹാരത്തിനിടയ്ക്ക്, ജീവിത ബന്ധത്തിനിടയ്ക്ക് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ഒരു ധാര ഉണ്ടാകുമ്പോൾ, ആ ഒരു അനുഭവതലത്തിലേക്ക് നാം ഉയരുമ്പോൾ നാം ദൈവരാജ്യത്തിലാണെന്ന് പറയാൻ പറ്റും. ദൈവരാജ്യത്തെക്കുറിച്ച് റോമർ ലേഖനം പറയുന്നുണ്ടല്ലോ, അത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും. ഈ നീതിയും സമാധാനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നീതി എന്നത് തുല്യത പറയുന്ന കാര്യമാണ്. കാരുണ്യത്തിൻ്റെ മേഖലയാണ് നീതി. കാരുണ്യം എന്നത് നമ്മൾ കണ്ടേക്കണ കാരുണ്യം എന്താണ്? നമ്മളൊരാൾക്ക് 2 രൂപ ദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ 5 രൂപ ദാനം കൊടുക്കുന്നു, വലിയ കാരുണ്യമുള്ള ആളായിട്ട് നമ്മൾ കാണുക. പള്ളിയിൽ ഒരു കാര്യത്തിന് പൈസ മുടക്കുന്നു, കാരുണ്യമുള്ള ആളാണ്. നമ്മളൊരാൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു, വലിയ കാരുണ്യമായിപ്പോയി. കാരുണ്യം എന്നതിന് സാമാന്യമായി നൽകുന്ന ഒരു സൗജന്യം കൊടുക്കുന്ന ഒന്നായി കാണരുത്. അത് കാരുണ്യം എന്നല്ല, സഹജവാസന അല്ലെങ്കിൽ സൽബുദ്ധി എന്നൊക്കെ പറയാം. ഒരു നന്മയാണ്, നന്മയല്ലെന്നല്ല. പക്ഷെ കാരുണ്യം എന്നത് അവരനെ അംഗീകരിക്കലാണ്, അവരന് വേണ്ടി ആയിരിക്കലാണ്, അവരനെ പ്രതി സ്വയം അർപ്പിക്കുന്നതിൻ്റെ പേരാണ്. ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈ ഒരു കാരുണ്യത്തിൻ്റെ അരൂപി അനുഭവപ്പെടേണ്ടതുണ്ട്, കാരുണ്യത്തിൻ്റെ പ്രവൃത്തി അനുഭവപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അന്ത്യവിധിയൊക്കെ ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് പായുന്ന ഒരു മിന്നൽ പിണർ പോലെയാണ് മനുഷ്യപുത്രൻ്റെ ആഗമനം. അപ്പോൾ അങ്ങനെ ഒരു ആഗമനത്തെ മാത്രമായിട്ട് കാണരുത്. ജീവിതത്തിനകത്ത് ക്രിയാത്മകമായി അനുഭവപ്പെടുന്ന ഒന്നായി ദൈവരാജ്യത്തെ നമുക്ക് കാണാൻ പറ്റണം. ശിരറ്റം പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റുന്ന ഒരു വലിയ പരിമിതി അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ ഇങ്ങനെ അനുഭവപ്രദമായ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് വ്യവഹരിക്കപ്പെടുന്ന, ജീവിതത്തിനകത്ത് ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു സ്നേഹാനുഭവമായി, കാരുണ്യാനുഭവമായി നമുക്ക് ദൈവരാജ്യത്തെ കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ദൈവരാജ്യത്തെ കാണേണ്ടതെന്ന് വളരെ വ്യക്തമായൊരു ഉദാഹരണം വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. ഫിലമോൻ എഴുതുന്ന ലേഖനമാണ്. വിശുദ്ധ പൗലോസ് തൻ്റെ കാരാഗൃഹമാസക്കാലത്ത് തൻ്റെ മകനായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തന്നെ ശുശ്രൂഷിച്ചിരുന്ന ഒനേസിമോസിനെ കുറിച്ച് പറയാം. ഒനേസിമോസ് നേരത്തെ ഫിലമോന് ഉപദ്രവം ചെയ്തിട്ടുള്ള ആളാണ്, ദാസനായിരുന്ന ആളാണ്. അങ്ങനെ ദാസനായിരുന്ന, അടിമയായിരുന്ന, അല്ലെങ്കിൽ ഫിലമോന് ഉപദ്രവം ചെയ്തിട്ടുള്ള ഒനേസിമോസ് കാരാഗൃഹമാസക്കാലത്ത് തൻ്റെ കൂടെ ആയപ്പോൾ, തൻ്റെ ശിഷ്യത്വത്തിലായപ്പോൾ, അവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വിടുന്ന സമയത്ത് വിശുദ്ധ പൗലോസ് ഫിലമോൻ്റെ അടുത്തേക്ക് തിരികെ അയക്കാം. തിരികെ അയച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ഇവനെ കുറ്റം വിധിക്കരുത്, നീ ഇവൻ്റെ കുറവ് കാണരുത്, നീ ഇവനെ സ്വീകരിക്കണം. പഴയതുപോലെ ദാസനായിട്ടല്ല, സഹോദരനായി. കാരുണ്യത്തിൻ്റെ പ്രത്യേകത നോക്കിയേ, ഒരാൾ ദാസനായിരുന്നു, അയാൾ ഉപദ്രവം ചെയ്തിട്ടുണ്ട്. ആ ഉപദ്രവം ചെയ്തിട്ടുള്ള ദാസനായ ഒരുവനെ തൻ്റെ ശിഷ്യൻ്റെ അടുത്തേക്ക്, ഫിലമോൻ്റെ അടുത്തേക്ക് അയച്ചുകൊണ്ട് പറയാണ്, ഇവനെ
ദാസനായിട്ടല്ല പരിഗണിക്കേണ്ടത്, ഉപദ്രവം ചെയ്തവനായിട്ടല്ല, സഹോദരനായിട്ട് പരിഗണിക്കണം. അവൻ നീ എനിക്ക് ചെയ്യേണ്ട ശുശ്രൂഷ അവൻ ഈ കാരാഗൃഹത്തിൽ വെച്ച് എനിക്ക് ചെയ്തിട്ടുണ്ട്. നീ എനിക്ക് ചെയ്യേണ്ട ശുശ്രൂഷ അവൻ കാരാഗൃഹത്തിൽ വെച്ച് എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അവൻ തന്നു വീട്ടാണെങ്കിൽ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. പകരം നിൽക്കണമുണ്ടോ? ഇതിൻ്റെ പേരാണ് കാരുണ്യം. ഒരാളെ അയാളുടെ കുറവുകളോടെ പോരായ്മകളോടെ സ്വീകരിക്കുകയും അവരനെ പ്രതി സ്വയം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരനെ പകരമായി നിൽക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന പൗലോസിൻ്റെ മനോഭാവത്തിൽ നിന്ന് നാം കണ്ടെടുക്കേണ്ടതുണ്ട് സാഹോദര്യത്തെ, കാരുണ്യത്തെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആ ബന്ധത്തിനകത്ത് ഇപ്പോൾ പൗലോസിൻ്റെയും ഫിലമോൻ്റെയും ഒനേസിമോസിൻ്റെയും ബന്ധത്തിനകത്ത് ഉടലെടുത്ത സ്നേഹാരൂപിയുടെ പേരാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യ അനുഭവത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഒരു ദൈവരാജ്യ അനുഭവത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വളരാൻ തടസ്സമായിട്ടുള്ളത് എന്താണ്? അത് ഈ സാഹോദര്യത്തിൻ്റെ ബന്ധം നിലനിർത്തുന്നതിലാണ്, അവരെന്നെ കരുതുന്നതിലാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. അവരെന്നെ പ്രതിയായിത്തീരാൻ, അല്ലെങ്കിൽ അവരെന്നെ വേണ്ടി ആയിത്തീരാനുള്ള ഒരു ദൈവവിളി നമുക്കുണ്ട്. ദൈവരാജ്യ അനുഭവം അവിടെയാണ്. ദൈവരാജ്യ അനുഭവം നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കകത്താണ്. ഈ വ്യക്തിബന്ധങ്ങൾക്കകത്ത് നാം രണ്ടുപേരുടെ മധ്യേയുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമായി, അനുഭവതലമായി ഉയരുന്ന കാരുണ്യമാണ് യഥാർത്ഥ ദൈവരാജ്യം. അപ്രകാരം ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.